ടിം ടിം അയാളെ നോക്കൂ. നമ്മൾ ആ ഷിപ്പിൽ കണ്ടാതെ ബ്ലാക്ക് മെറ്റീരിയൽ അയാളുടെ പാൻസിലുണ്ട്. ടിം പതുക്കെ അയാളെ ഫോളോ ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ അയാൾ ടിമ്മിനെ കണ്ടു. അയാൾ സ്പീഡിൽ ഓടുവാൻ തുടങ്ങി. ടിമ്മും മാൻഡേഴ്സനും അയാളുടെ പുറകെ ഓടി. സൗത്ത് ആഫ്രിക്കയിലെ ഇടവഴികളെ ക്രോസ് ചെയ്ത് അയാൾ ഒരു ഡെഡ് എൻഡിൽ എത്തിച്ചേർന്നു. ഇനി നീ എവിടെ പോയി രക്ഷപ്പെടും? ടിം ഉറക്കെ നിലവിളിച്ചു. ആൻഡേഴ്സൺ വളരെ ശ്രദ്ധിച്ച്. എന്താണ് ലോജിക്കൽ ആർമി? ടിം എന്തുകൊണ്ടാണ് അങ്ങനെ നിലവിളിച്ചത്? ചിന്തിക്കൂ. അവിടെ ടിമ്മും ആൻഡേഴ്സണും അങ്ങനെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ മുന്നിൽ 4 നിഴലുകൾ ഉണ്ടായിരുന്നു. അതായത് അവരുടെ പുറകിൽ ആരോ ഉണ്ട്. അവർ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ ആരോ ഒരാൾ സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ച് അവരെ മയക്കിക്കളഞ്ഞു. പറയൂ, നിങ്ങൾ ഫാത്തിമയുടെ വീട്ടിൽ എന്തിനാ പോയത്? എനിക്ക് ഒരാൾ ഫാത്തിമയുടെ റൂമിൽ നിന്ന് ഒരു ബ്രൗൺ പേപ്പർ എടുത്തു കൊണ്ടുവരുവാൻ 10,000 രൂപ തന്നു. ബ്രൗൺ പേപ്പർ ഫാത്തിമയുടെ വീട്ടിൽ? ചിയാങ് അയാളെ ഒരു കോണിൽ കൊണ്ടിട്ടിട്ട് നേരെ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയി. ഫാത്തിമ, നിന്നെ കൊല്ലാൻ വന്ന ആൾ നിന്റെ വീട്ടിൽ എന്തോ മറന്നു വച്ചിട്ടാ പോയത്. 2 പേരും അത് അന്വേഷിക്കുവാൻ തുടങ്ങി. ലോജിക്കൽ ആർമി, ആ പേപ്പറിൽ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്. അതിന്റെ കോണ്ടിനെന്റിന്റെ ഡയറക്ഷൻ കൂടെ എഴുതിയാൽ അതൊരു കൺട്രിയുടെ പേരായി. ചിന്തിക്കു ലോജിക്കൽ ആർമി. ഇങ്ങനെ ഏത് സ്ഥലമാണുള്ളത് കോണ്ടിനെന്റിന് ഡയറക്ഷൻ കൊടുത്താൽ അതൊരു കൺട്രി ആകുന്നത്? ആഫ്രിക്കയുടെ കൂടെ സൗത്തും കൂടെ ചേർത്താൽ അത് സൗത്ത് ആഫ്രിക്ക ആയില്ലേ? സൗത്ത് ആഫ്രിക്ക. എന്തുകൊണ്ടാണ് ഇതിൽ സൗത്ത് ആഫ്രിക്ക എന്ന് എഴുതിയിരിക്കുന്നത്? ആലിയ സോയ വളരെ പേടിച്ചു പോയിട്ടുണ്ട്. നീ അവളെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അവളുടെ അച്ഛനെ പറ്റി അന്വേഷിക്കേണ്ടതും അത്യാവശ്യമാണ്. നീ ഇപ്പോൾ അവളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ സഞ്ജനയോടൊപ്പം ഇവളെയും ശ്രദ്ധിക്കുക. അപ്പോൾ മെഹുലിന് ഒരു സീക്രട്ട് കോൾ വന്നു. A=1 Z=26 ആണെങ്കിൽ 19, 15, 14, 9, 25, 1. ഇത് ആരുടെ കോളായിരിക്കും? ലോജിക്കൽ ആർമി, ചിന്തിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റായി എന്നോട് പറയൂ. ഇത് സോണിയയുടെ കോളാണ്. മെഹുൽ, സൗത്ത് ആഫ്രിക്കയിൽ എന്തോ വലിയ പ്ലാനിംഗ് നടക്കുന്നുണ്ട്. ബിഗ് ഡാഡിയും മൈക്കിളും മാർക്കോയും അങ്ങോട്ട് പോകുന്നുണ്ട്. മാർക്കോ ദുബായിലുണ്ടോ? അയാൾ ദുബായിൽ എങ്ങനെ എത്തി? ആലിയ, നീ മുംബൈയിലേക്ക് ചെല്ല്. ഞാൻ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ ഒരു മെസ്സേജിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മെഹുലിന് ചിയാങ്ങിന്റെ മെസ്സേജ് വന്നു. ചിയാങ്ങിന് ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ട്. ടിമ്മും മാൻഡേഴ്സനും ഇരുളടഞ്ഞ ഒരു മുറിയിൽ ഇരിപ്പുണ്ട്. അവരോടൊപ്പം ഡാർക്കോനെക്സിന്റെ ഭയങ്കരന്മാരായ ഗുണ്ടകളുമുണ്ട്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? വെനം വെബിനെയും ഡാർക്കോനെക്സിനെയും പറ്റി നിങ്ങൾക്ക് എന്തറിയാം? നമ്മൾ വെറും ടൂറിസ്റ്റുകളാണ്. നമുക്കൊന്നും അറിയില്ല. കള്ളം പറയരുത്. നിങ്ങൾ ഞങ്ങളുടെ ഓപ്പറേഷനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇനി പറയ്, നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാം? ശരിക്കും ഞങ്ങൾക്ക് ആരെയും അറിയില്ല. ഞങ്ങളെ വെറുതെ വിടൂ. ടിമ്മും മാൻഡേഴ്സനും പരസ്പരം കണ്ണിൽ നോക്കി എന്തോ ആംഗ്യം കാണിച്ചു. ഈ സെയിം കാർഡ് ഇവർ 2 പേരുടെയും പോക്കറ്റിലുണ്ട്. ഇത് ബ്ലാങ്കുമാണല്ലോ. ഇതെന്ത് കാർഡാണ്? പെട്ടത് പറയ്, ഇല്ലെങ്കിൽ 2നെയും കൊല്ലും ഞങ്ങൾ. ഇത് ഫിംഗർ പ്രിന്റ് കൊണ്ട് പ്രവർത്തിക്കുന്നതാ. ഏയ് ടിം, അത് അവർക്ക് പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ എത്ര മണ്ടന്മാരാണ്. ഇതിവരുടെ ID കാർഡാണെന്ന് തോന്നുന്നു. ഇവർ 2 പേരും ഡിറ്റക്റ്റീവ്സ് ആണ്.
ഡാർക്കോ നെക്സിന്റെ മീറ്റിംഗ്. അവിടെ ഗൂഢമായ ചർച്ചയിലാണ്. മാർക്കോയും മൈക്കിളും ബിഗ് ഡാഡിയുടെ മുന്നിൽ തന്നെയുണ്ട്. ബിഗ് ഡാഡി, നമ്മൾ ഇനി പുതിയ സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്യണം. താങ്കൾ പിടിയിലായപ്പോൾ നമ്മുടെ എല്ലാ പ്ലാനും താറുമാറായി. പക്ഷേ ഡാഡി, ഞാനും ചില പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. എനിക്കും ഒരു അവസരം തരൂ. മാർക്കോ, നീ പറഞ്ഞത് ശരിയാണ്. ഈ മെഹുലും ആലിയയും നമ്മളെ ഒരുപാട് ശല്യപ്പെടുത്തി. ബിഗ് ഡാഡി, ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു. നമ്മുടെ ആൾക്കാർ 2 ഡിറ്റക്റ്റീവുകളെ പിടിച്ചിട്ടുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു മാർക്കോ. നമുക്ക് പെട്ടെന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകണം. അവിടെ നിന്ന് ഒരുപാട് തെളിവുകൾ കിട്ടും. മാർക്കോ വളരെ സന്തുഷ്ടനാണ്. നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടും. ടിം, നീ നമ്മളെ കുടുക്കിക്കളഞ്ഞല്ലോ. പക്ഷേ അവിടെ ആദിക്ക് സിഗ്നൽ കിട്ടി. ടിമ്മും ആൻഡേഴ്സണും സൗത്ത് ആഫ്രിക്കയിൽ ട്രാപ്പിലാണ്. എനിക്ക് P2 സിഗ്നലാണ് വരുന്നത്. അതായത് അവരുടെ കാർഡിൽ നിന്ന് പ്രയോറിറ്റി ടു ഹെൽപ്പാണ് അവർക്ക് ഇപ്പോൾ വേണ്ടത്. ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ ഐഡന്റിറ്റി കാർഡ് ഒരു ഇലക്ട്രോണിക് കാർഡാണ്. അത് ഡിറ്റക്റ്റീവുകളുടെ ഫിംഗർ പ്രിന്റ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വേറെ ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ് അതിൽ പതിച്ചാൽ അത് പ്രയോറിറ്റി ടു ഹെൽപ്പ് പ്രസാദ്. എന്നിട്ട് കാർഡിന്റെ ലൊക്കേഷൻ ഉടൻ തന്നെ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ അറിയിക്കും. ആൻഡേഴ്സൺ ഡിറ്റക്റ്റീവ് കാർഡ് 2 പ്രാവശ്യം ടാപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഗുണ്ടയുടെ ഫിംഗർ പ്രിന്റും അതിൽ പതിഞ്ഞു. അതുകൊണ്ട് ആദിക്ക് മനസ്സിലായി അവർക്ക് P2 ഹെൽപ്പ് വേണമെന്ന്. ചീഫ്, ടിമ്മും ആൻഡേഴ്സണും പ്രശ്നത്തിലകപ്പെട്ടിരിക്കുകയാണ്. മെഹുലിന് പെട്ടെന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുവാനായി സിഗ്നൽ കൊടുക്കുക. ഇവിടെ ആലിയ മുംബൈയിലേക്ക് പോവുകയാണ്. സോയ, ഞാനിനി നിന്നെ നല്ലവണ്ണം ശ്രദ്ധിക്കും. പെട്ടെന്ന് തന്നെ സോയയുടെ അച്ഛനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയണം. മെഹുൽ സോയയുടെ അച്ഛനെ പറ്റി അറിയുവാനായി ഫാത്തിമയ്ക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ മെഹുലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ലോജിക്കൽ ആർമി, ഇത് ആരുടെ കോളാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ചിന്തിക്കൂ. ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ കോൾസ് എല്ലാം വളരെ സീക്രട്ട് രീതിയിലായിട്ടാണ് വരുന്നത്. ആദിയുടെ പേര് തിരിച്ചെഴുതിയിരിക്കുന്നതാണിത്. IDAA, അതായത് ആദി. ആദിയുടെ കോളാണല്ലോ, എന്തെങ്കിലും എമർജൻസി ഉണ്ടാകും. ആദി മെഹുലിനോട് പറഞ്ഞു ടിമ്മിനും ആൻഡേഴ്സണും P2 ഹെൽപ്പ് വേണമെന്ന്. എന്നിട്ട് മെഹുലിന് അവരുടെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. മെഹുലിന് ഇനി പെട്ടെന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകണം. എനിക്ക് പെട്ടെന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ടതുണ്ട് സർ. എനിക്ക് ബിഗ് ഡാഡിയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിയിച്ചു തരികയും വേണം. പെട്ടെന്ന് തന്നെ മെഹുൽ അടുത്ത ഫ്ലൈറ്റിൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. സൗത്ത് ആഫ്രിക്കയിലെ കാറ്റിന് നല്ല ചൂടായിരുന്നു. പക്ഷേ ബിഗ് ഡാഡിയുടെ വരവ് കൊണ്ട് ചൂട് കുറെ കൂടുതലായി. ഗാർഡിനോടൊപ്പം അയാൾ താഴെ ഇറങ്ങി. ഉറച്ച നിലപാടുകളുമായിട്ടായിരുന്നു അവരവിടെ വന്നത്. ഇവിടുത്തെ കാലാവസ്ഥ നല്ല കഠിനമാണ്. നമ്മുടെ മിഷനും അതിനേക്കാൾ കഠിനമാണ്. ടിമ്മും ആൻഡേഴ്സണും നമ്മുടെ പക്കലുണ്ട്. ഇവരെ നമ്മൾ ഇരയാക്കിയിട്ട് നമ്മൾ മെഹുലിനെ ട്രാപ്പ് ചെയ്യും. ഇനി മെഹുലിനെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. മെഹുലിന്റെ അവസാന നിമിഷങ്ങളായി തുടങ്ങി. നിന്റെയും അവസാന നിമിഷങ്ങളായി തുടങ്ങി മാർക്കോ. അവിടെ മെഹുൽ സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നു. അയാളുടെ മിഷൻ ക്ലിയർ ആയിരുന്നു. ടിമ്മിനെയും ആൻഡേഴ്സണെയും രക്ഷിക്കണം. ബിഗ് ഡാഡിയുടെ പ്ലാനും നശിപ്പിക്കണം. ആലിയ മുംബൈയിലെത്തി കാണുമെന്ന് വിചാരിക്കുന്നു. ആലിയ സോയയുടെയും സാറയുടെയും സീക്രട്ട് അറിയാൻ പാടില്ല. മെഹുലിന് ആദിയുടെ മെസ്സേജ് വന്നു. ആദ്യ ഒരു ടാക്സി നമ്പർ അയച്ചിട്ടുണ്ട്. പക്ഷേ അത് കോഡഡ് ആണ്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ടാക്സി നമ്പർ ഡീകോഡ് ചെയ്ത് മുന്നിലുള്ള 3 ടാക്സികളിൽ ഏത് ടാക്സി പിടിക്കണമെന്ന് പറയുവാൻ കഴിയുമോ? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. തേർഡ് നമ്പർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതൊരു മിറർ ഇമേജായി ബന്ധപ്പെട്ടതാണ്. അതിന് പിരിച്ചെഴുതിയാൽ റൈറ്റിൽ 2 കിട്ടും. ബാക്കി നമ്പേഴ്സും ഇങ്ങനെ തന്നെ. ആദ്യ ട്രയാങ്കിളിനെ കട്ട് ചെയ്താലും 7 കിട്ടും. രണ്ടാമത്തെ 8നെ കട്ട് ചെയ്താൽ 3 കിട്ടും. ഇപ്പോൾ നമ്പറായി 7327. മെഹുൽ ആ 3ാമത്തെ ടാക്സിയിലാണ് കയറേണ്ടത്. ആദ്യമായി സൗത്ത് ആഫ്രിക്കയിലേക്ക് വരികയാണ്. ആലിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സഹായമായിരുന്നേനെ. അപ്പോൾ മെഹുലിന് ആദിയുടെ കോൾ വരുന്നു. സർ, ആ ലൊക്കേഷൻ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരത്തിലാണ്. ഞാൻ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ബിഗ് ഡാഡിയും സൗത്ത് ആഫ്രിക്കയിൽ തന്നെ എത്തിച്ചേർന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. ഐ ഹോപ്പ് ടിം ആൻഡ് ആൻഡേഴ്സൺ ആർ സേഫ്. അവർക്കൊന്നും സംഭവിക്കില്ല. ആദി, സോയയുടെ അച്ഛനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുമോ? ടിമ്മിനെയും ആൻഡേഴ്സണെയും രക്ഷിക്കുവാൻ മെഹുലിന് കഴിയുമോ? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.